അപ്പൊ നമ്മൾ പറഞ്ഞത് സൊല്യൂഷൻ ഫോർ ആർ ഇക്വേഷൻ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആർ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതാം. ഡോ സ്ക്വയർ ആർ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 2 ബൈ ആർ ഡോ ആർ ബൈ ഡോ ആർ പ്ലസ് 2 മ്യൂ ആർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇ പ്ലസ് സെഡ് ഡി സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ മൈനസ് ബീറ്റ ആർ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 0. ഇതായിരുന്നു നമ്മുടെ എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്? ആർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഫോർ ദാറ്റ് പുട്ട് ബീറ്റ is equal to L into L plus 1. Beta is equal to L into L plus 1. Substitute this in R equation. ബീറ്റയുടെ പൊസിഷനിൽ L into L plus 1 കൊടുക്കാം. ഡോ സ്ക്വയർ ആർ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 2 ബൈ ആർ ഡോ ആർ ബൈ ഡോ ആർ പ്ലസ് 2 മ്യൂ ആർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇ പ്ലസ് സെഡ് ഡി സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ മൈനസ് ബീറ്റയ്ക്ക് എന്ത് കൊടുക്കുക? L into L plus 1 R by R square which is equal to 0. ഇനി ഈ ടേമിനെ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലേക്ക് എടുത്ത് എഴുതാം. അപ്പൊ എന്ത് വരും? ഡോ സ്ക്വയർ ആർ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 2 ബൈ ആർ ഡോ ആർ ബൈ ഡോ ആർ പ്ലസ് എടുത്ത് എഴുതുമ്പോൾ 2 മ്യൂ ഇ ആർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ. അടുത്ത് എഴുതുമ്പോൾ 2 മ്യൂ ആർ സെഡ് ഡി സ്ക്വയർ ബൈ 4 പൈ എപ്സിലോൺ 0 എച്ച് ക്രോസ് സ്ക്വയർ. അത് മുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എത്രയേ ഉള്ളൂ? മൈനസ് L into L plus 1 R by R square is equal to 0. ക്ലിയർ ആയില്ലേ? ഇനി പുട്ട് ആൽഫ സ്ക്വയർ is equal to 2 mu e minus 2 mu e by h cross square. Then delta is equal to mu z d square by 4 pi epsilon 0 alpha h cross square. Then rho is equal to 2 alpha r. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ചില കോൺസ്റ്റന്റുകളാണ് അത് കേട്ടോ. ഇവിടെ ഒരു ടേം ഉണ്ട് ഡി ബൈ ഡി ആർ. അപ്പൊ നമ്മൾ എഴുതി റോസ് ഈക്വൽ ടു 2 ആൽഫ ആർ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ ഡി ബൈ ഡി ആറിന്? ഡി റോ ബൈ ഡി ആർ ഇൻറ്റു ഡി ബൈ ഡി റോ. സാധാരണ നമ്മൾ ഈ ഡെറിവേഷനിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തിരിക്കുന്നു? വേരിയബിളിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻഷ്യൽ ഫോം മാറും. നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ തൊട്ട് ഇത് ചെയ്യുന്നതാണ്. എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ പറഞ്ഞ ഡി റോയും ക്യാൻസൽ ചെയ്ത പോലെ ചെയ്താ. അപ്പൊ ഡി ബൈ ഡി ആർ തന്നെ. ഇനി എന്താ ഡി റോ ബൈ ഡി ആർ എന്ന് പറഞ്ഞ? റോ എന്ന് പറഞ്ഞ എന്താ? 2 ആൽഫ ആർ ബൈ ഡി ആർ ഡി ബൈ ഡി റോ. വിത്ത് റെസ്പെക്ട് ടു ആറിനോട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ആറിന്റെ ഡിഫറൻഷ്യൽ എന്താ വരാ? 1. അപ്പൊ എന്താ ഇവിടെ നിന്ന് കിട്ടാ? 2 ആൽഫ ഡി ബൈ ഡി റോ. ഈ കോൺസ്റ്റന്റുകളെല്ലാം ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അതാണ് ഇനി നമ്മൾ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായിരിക്കും ആദ്യത്തെ ടേം? ഡോ സ്ക്വയർ ആർ ബൈ ഡോ ആർ സ്ക്വയർ അല്ലേ? അതിനെങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കാൻ പോകുന്നത്? ഡോ ബൈ ഡോ ആർ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ്? 4 ആൽഫ ഡോ ബൈ ഡോ റോ.
അപ്പൊ ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് എടുക്കണം? ഇതിന്റെ സ്ക്വയർ എടുക്കണം അല്ലേ? അപ്പൊ എന്താ വരാ? 4 alpha ആൽഫ സ്ക്വയർ d square by d rho സ്ക്വയർ ബൈ square ഡി റോ സ്ക്വയർ square ബൈ r. 6 അതേപോലെ തന്നെ എഴുതി. ആയിത്തട്ടെ. പ്ലസ് 2 ബൈ ആർ. ഇവിടെ നോക്കിയേ, ഡോ ബൈ ഡോ ആർ ടേം. അതിനെന്താ നമ്മൾ എഴുതേണ്ടത്? ഡോ ബൈ ഡോ ആർ എന്ന് പറഞ്ഞാൽ എന്താ? 2 ആൽഫ ഡി ബൈ ഡി റോ. അത് കൊടുക്കാം. 2 ആൽഫ ഡി ബൈ ഡി റോ. ബാക്കി ഇവിടെ എന്തുണ്ട്? ആർ. അത് അതേപോലെ തന്നെ എഴുതി. ഇനി അടുത്ത ടേം നോക്കിയേ, 2 മ്യൂ ഇ ആർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തിന് ആൽഫ സ്ക്വയർ എന്ന് കൊടുക്കാം? -2 മ്യൂ ഇ ബൈ എച്ച് ക്രോസ് സ്ക്വയർ. ഇത്രയും ടേം ഉണ്ട്, പക്ഷെ ഇവിടെ മൈനസ് സൈൻ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? മൈനസ് ആൽഫ സ്ക്വയർ ആർ എന്ന് കൊടുത്തൂടെ നമുക്ക് ഇതിന്? അപ്പൊ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ആൽഫ സ്ക്വയർ ആർ. ഇനി അടുത്ത ടേം നോക്കാം കേട്ടോ. അടുത്ത ഇവിടെ നോക്കിയേ, മ്യൂ സെഡ് ഡി സ്ക്വയർ 4 പൈ എപ്സിലോൺ 0 എച്ച് ക്രോസ് സ്ക്വയർ. അത്രയാണ് നമ്മുടെ കയ്യിലുള്ളൂ. പക്ഷെ ഇവിടെ റോ എന്ന് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? ആൽഫ എന്ന് പറഞ്ഞ ടേം കൂടെ അടിയിൽ വേണം. ആൽഫ ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. മ്യൂ ഉണ്ട്, സെഡ് ഡി സ്ക്വയർ ഉണ്ട് മുകളിൽ. അടിയിൽ 4 പൈ എപ്സിലോൺ 0 ഉണ്ട്, എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ട്. അപ്പൊ ആൽഫ വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനെ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യാം. ഇന്നിഫെക്റ്റ് എന്താ? രണ്ടും ക്യാൻസൽ ചെയ്ത് പോവല്ലേ. ക്ലിയർ ആണോ അത് പറഞ്ഞത്? ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യാം, ആൽഫ കൊണ്ട് ഡിവൈഡ് ചെയ്യും ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഈ ആൽഫ വരെയുള്ള ടേംസിനും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് എന്ത് കൊടുക്കാം? റോ ഡെൽറ്റ എന്ന് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്കത് ചെയ്യാം. പ്ലസ് ഈ ടേമിന് നമ്മൾ ഡെൽറ്റ എന്ന് കൊടുത്തു. ഇനി നോക്കിയേ, ഇവിടെ ഒരു 2 ആൽഫ ഉണ്ട്, പിന്നെ ഒരു 6 ഉണ്ട്, അടിയിലും ഒരു 6 ഉണ്ട്. അപ്പൊ ഡെൽറ്റ 2 ആൽഫ ആർ ബൈ ആർ. ക്ലിയർ ആയില്ലേ ഇത് പറഞ്ഞത്? ക്ലിയർ ആയി മിസ്. അതേപോലെ തന്നെ എഴുതാം, മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ആർ ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു 0. ഇതുവരെ ആർക്കെങ്കിലും ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലായി മിസ്. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്തേക്കണേ? പറഞ്ഞേ നിങ്ങളൊന്ന്. ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അതെങ്ങനെയാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം? നമുക്കറിയാം റോസ് ഈക്വൽ ടു 2 ആൽഫ ആർ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഈക്വൽ ടു എന്തായിരിക്കും? റോ ബൈ 2 ആൽഫ. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? 4 ആൽഫ സ്ക്വയർ ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് 2 ബൈ ആറിന് എന്ത് കൊടുക്കണം? റോ ബൈ 2 ആൽഫ. പിന്നെ ബാക്കി ഇവിടെ എന്തുണ്ട്? 2 ആൽഫ ഡി ആർ ബൈ ഡി റോ മൈനസ് ആൽഫ സ്ക്വയർ ആർ പ്ലസ് ഡെൽറ്റ 2 ആൽഫ ആർ ബൈ ആറിന് വീണ്ടും റോ ബൈ 2 ആൽഫ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ആർ ബൈ
ആർ സ്ക്വയറിന് എന്ത് കൊടുക്കുക? റോ സ്ക്വയർ ബൈ 4 ആൽഫ സ്ക്വയർ ഈക്വൽ ടു 0. ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് മാത്രമാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇത് ക്ലിയർ ആയോ? ഇതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. 4 ആൽഫ സ്ക്വയർ ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് 2 ബൈ ഈ 2 ആൽഫ എന്താ ചെയ്യാ? മോളിക്ക് കൊണ്ടുപോകും അല്ലേ? 2 ആൽഫ ബൈ റോ. ഇവിടെ എന്താ? 2 ആൽഫ ഡി ആർ ബൈ ഡി റോ മൈനസ് ആൽഫ സ്ക്വയർ ആർ പ്ലസ് ഡെൽറ്റ 2 ആൽഫ ആർ ബൈ റോ 2 ആൽഫ മോളിക്ക് പോവും 2 ആൽഫ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ആർ ബൈ റോ സ്ക്വയർ 4 ആൽഫ സ്ക്വയർ മോളിക്ക് പോവും ഈക്വൽ ടു 0. ഇതിനൊന്ന് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 4 ആൽഫ സ്ക്വയർ ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 4 ആൽഫ സ്ക്വയർ എന്തുണ്ടാവും? ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 ആൽഫ സ്ക്വയറും 4 ആൽഫ സ്ക്വയറും ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് ഇവിടെ 2 ആൽഫ ഇൻറ്റു 2 ആൽഫ എന്താ? 4 ആൽഫ സ്ക്വയർ. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ചെയ്യും. ബാക്കി എന്താ? 2 ബൈ റോ ഡി ആർ ബൈ ഡി റോ മൈനസ് 4 ആൽഫ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൽഫ സ്ക്വയറും ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി ആർ ബൈ 4. ഇവിടെയും 2 ആൽഫ 4 ആൽഫ സ്ക്വയർ അപ്പൊ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ ആർ ബൈ റോ മൈനസ് ഇവിടെയും 4 ആൽഫ സ്ക്വയർ ക്യാൻസൽ ചെയ്യും. എൽ ഇൻറ്റു എൽ പ്ലസ് 1 ആർ ബൈ റോ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 3. ഇതുവരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ്. ഇക്വേഷൻ ഒന്നുകൂടി ഇവിടെ എഴുതുന്നുണ്ട്. ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 കണ്ടീഷൻസ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇൻ ഓർഡർ ടു സോൾവ് ദിസ് ഇക്വേഷൻ വി ടേക്ക് 2 asymptotic cases. In order to solve this equation we take 2 asymptotic cases. എന്തൊക്കെയാ കേസ്? ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് when rho tends to infinity. When rho tends to infinity. Rho tends to infinity എന്ന് പറഞ്ഞാൽ എന്താ? 1 by റോയുടെ ടേംസ് എല്ലാം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. കാരണം എന്താ? റോ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 by ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി എന്താ? 0 ആണ്. അപ്പോ റോ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ the terms containing 1 by rho become eliminated. ഇവിടെ ഏതൊക്കെ ടേം ഉണ്ട് 1 by റോ വരുന്നത്? ഇത് 1 by റോ ആണ്, ഇത് 1 by റോ ആണ്, ഇത് 1 by റോ സ്ക്വയർ ആണ്. അപ്പൊ ഇതെല്ലാം ഈ ടേംസുകളെല്ലാം എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ഈ സൊല്യൂഷൻ, ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് e raised to plus or minus half rho ആണ്. The solution for this equation is e raised to plus or minus rho by 2. e raised to plus or minus rho by 2. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 2 കേസസ് നമ്മൾ എടുക്കണം. റോ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 1 by ഇൻഫിനിറ്റിയുടെ ടേംസ് 0 ആണ്. കാരണം 1 by ഇൻഫിനിറ്റി 0 ആണ്. അതുകൊണ്ട് 1 by റോയുടെ ടേംസുകൾ എല്ലാം എന്തായി പോവും? 0 ആയി പോവും.
അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് റോ ബൈ 2 ആണ്. ഇനി എപ്പോഴും നമ്മൾ സൊല്യൂഷൻ കിട്ടുമ്പോൾ എന്താണെന്ന് ചെക്ക് ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്? അതൊരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ എന്തൊക്കെയാ? ഫൈനൈറ്റ് ആക്കണം, സിംഗിൾ വാല്യൂ ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം, അതേപോലെ തന്നെ നോർമലൈസ്ഡ് ആയിരിക്കണം. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇ റേസ് ടു ഹാഫ് ബൈ 2ഉം അതേപോലെ ഇ റേസ് ടു മൈനസ് ഹാഫ് ബൈ 2 ആണ് നമുക്ക് സൊല്യൂഷൻ കിട്ടിയിരിക്കുന്നത്. ഇനി ഇ റേസ് ടു റോയുടെ വാല്യൂ ഇൻഫിനിറ്റി കൊടുക്കാന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? ഇ റേസ് ടു ഇൻഫിനിറ്റി. നമുക്കറിയാം ഇ റേസ് ടു ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താ? ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ആണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പൊ ഇതെന്തല്ല? ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ അല്ല. ഇനി ഇത് നോക്കിയേ, ഇവിടെ എന്താ കിട്ടുക? ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി ബൈ 2. അപ്പൊ എന്താ കിട്ടുക? 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പോ 1 ബൈ ഇൻഫിനിറ്റി. 1 ബൈ ഇൻഫിനിറ്റിയുടെ വാല്യൂ എന്താ? 0. അപ്പൊ ഏതാണ് ഇതിൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ? ഇ റേസ് ടു മൈനസ് റോ ബൈ 2 ഈസ് ദ ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ. അതായത് ഈ തേർഡ് ഇക്വേഷൻ വരെ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്ത്. എന്താ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്? റോ ടെൻസ് ടു ഇൻഫിനിറ്റി. റോ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ 1 ബൈ റോയുടെ ടേംസ് 0 ആയി പോകും. അതെന്താ കാരണം? 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെ ആകുമ്പോൾ ബാക്കിയുള്ള ടേംസിന്റെ ഒക്കെ വെച്ചിട്ടുള്ള ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഹാഫ് റോ ആണ്. ഒരു സൊല്യൂഷൻ കിട്ടി എപ്പോഴും നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? അതൊരു ആക്സെപ്റ്റബിൾ സൊല്യൂഷൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി ലിമിറ്റ് കൊടുത്തു, ഇൻഫിനിറ്റിന്ന് ലിമിറ്റ് കൊടുത്തപ്പോൾ ഇ റേസ് ടു റോ ബൈ 2ന് നമുക്ക് കിട്ടുന്നത് എന്താ വാല്യൂ? ഇൻഫിനിറ്റി ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആവാനുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ഫൈനൈറ്റ് വാല്യൂ ആവണം. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താ? ഇൻഫൈനൈറ്റ് വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് റോ ബൈ 2 ആണ് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ. ക്ലിയർ ആണോ പറഞ്ഞത്? സെക്കൻഡ് അസിംപ്റ്റോട്ടിക് കേസ് എന്ന് പറയുന്നത് ഇതാണ്. when rho tends to 0, when rho tends to 0, റോ എന്ന് പറഞ്ഞ ടേം 0യിലോട്ട് പോവുകയാണെങ്കിൽ -1/4 പ്ലസ് ഡെൽറ്റ ബൈ റോ ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു L into L plus 1 by റോ സ്ക്വയർ. അതായത് റോ ടെൻസ് ടു 0 ആവുകയാണെങ്കിൽ ഈ രണ്ട് ടേം ഇതിനോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് 2 ബൈ റോ ഡി ആർ ബൈ ഡി റോ. ഈ രണ്ട് ടേമിനെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. ബാക്കി എന്താ? മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ബൈ റോ സ്ക്വയർ ആർ ഈക്വൽ ടു 0. അപ്പൊ ഇതിനോട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ആയതുകൊണ്ട് ആ രണ്ട് ടേമിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ബാക്കിയുള്ളത് വെച്ച് the solution for this equation is rho raised to L. The solution for this equation is rho raised to L. അപ്പൊ രണ്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടി. അപ്പൊ ടോട്ടൽ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? The actual solution is the product of these solution. The actual solution is the product of these solution and the polynomial L rho. നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ പഠിച്ചപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ട് അവിടെ പഠിച്ചു. നമുക്ക് സൊല്യൂഷൻ കിട്ടി, അത് പ്ലസ് ഒരു ഡി എഫിന്റെ ടേംസ്. അതായത് നമ്മൾ ഇവിടെ എടുത്തിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വേഷന്റെ സൊല്യൂഷൻ കിട്ടിയില്ല. നമ്മുടെ കംപ്ലീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഇക്വേഷൻ. ഡി സ്ക്വയർ ആർ ബൈ ഡി റോ സ്ക്വയർ പ്ലസ് 2 ബൈ റോ ഡി ആർ ബൈ ഡി റോ മൈനസ് ആർ ബൈ 4 പ്ലസ് ആർ ബൈ റോ മൈനസ് എൽ ഇൻറ്റു എൽ പ്ലസ് 1 ആർ ബൈ റോ സ്ക്വയർ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ കേസ് നമ്മൾ എടുത്തത് എങ്ങനെയാ? 1 ബൈ റോയുടെ ടേംസുകൾ എല്ലാം കൂടെ എന്ത് ചെയ്തു? നെഗ്ലക്ട് ചെയ്തു. എന്നിട്ട് കിട്ടിയ സൊല്യൂഷൻ ആണ് നമുക്ക് ഇ റേസ് ടു മൈനസ് റോ ബൈ 2 എന്ന് പറയുന്നത്.
രണ്ടാമത് നമ്മൾ എടുത്ത കേസ് എങ്ങനെയാ? രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്തെടുത്തത്? ഈ രണ്ട് ടേം, അതായത് ഈ രണ്ട് ടേം ഇതിനോട് കമ്പയർ ചെയ്യുമ്പോൾ സ്മോൾ ആണ്. അപ്പൊ ഈ മൂന്ന് ഇക്വേഷൻ ടേംസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷൻ ആണ് എന്ത് കിട്ടിയത്? R⁻L. കംപ്ലീറ്റ് ആയിട്ടുള്ള ഇക്വേഷന്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു പോളിനോമിയൽ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത് ഞാൻ? ക്ലിയർ ആണ്. മനസ്സിലാവാത്തവരുണ്ടോ? റിപ്പീറ്റ് ചെയ്യണോ? അപ്പോ ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തെടുക്കാം? ആർ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ? e⁻⁻²⁴ ρ⁻L. പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു പോളിനോമിയലും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ഇക്വേഷന്റെ സൊല്യൂഷൻ കിട്ടിയില്ല. രണ്ട് അസിപ്റ്റോട്ടിക് കേസ് എടുത്തപ്പോഴും ചില ടേമുകൾ നെഗ്ലക്ട് ചെയ്തിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചത്. അപ്പൊ കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോളിനോമിയലോട് ചെയ്തത്. ഇതുവരെ ക്ലിയർ ആയോ പറഞ്ഞത്? ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 4. Then substitute this in equation number 3. നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get, നമ്മളത് ഫുള്ള് നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതിന്റെ ആൻസർ ആണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ്? ρL∬L + 2×L+1 - ρL' plus delta minus L+1 into L = 0. ഇത് നമ്മൾ നമ്മുടെ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണിത്. അതിന്റെ കംപ്ലീറ്റ് ഡെറിവേഷൻ നമ്മൾ പഠിക്കേണ്ട. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. നമുക്കറിയാം ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയാണ് കിടക്കുന്നത് അല്ലേ? ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടുക? എല്ലിന്റെ വാല്യൂ കിട്ടും. ആ എല്ലിന്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? R എന്താന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ബൈ സോൾവിങ് ഇക്വേഷൻ നമ്പർ 5 we get the value of L. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എല്ലിന്റെ വാല്യൂ കിട്ടും. ഇനി R കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഇതാണ് നമ്മുടെ R കിട്ടാൻ എന്താ ചെയ്താൽ മതി? Substitute the value of L in equation number 4, then we get the value of R. Substitute the value of L in equation number 4, we get the value of R. ഇതൊരു ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ നമ്പർ 5 സോൾവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് L കിട്ടുള്ളൂ. ഫോർ ദീസ് വി കമ്പയർ ഇറ്റ് വിത്ത് എ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമുക്കറിയാം നമ്മൾ എപ്പോഴും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എത്തി നിൽക്കുമ്പോൾ എപ്പോഴും എന്താ ചെയ്യുക? ഒരു സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യും. അതാണ് നമ്മൾ എല്ലാ ഡെറിവേഷനിലും ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. കമ്പയർ ഇക്വേഷൻ നമ്പർ 5 വിത്ത് എ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. Compare this equation with a standard differential equation. ആ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ρD² L³ plus P+1 minus ρ dL³ d ρ plus Q minus P L³ equal to 0. Equation number 6. ഇതാണ് ആ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ. അതായത് നമ്മുടെ L∬ ആണ് കേട്ടോ D² എന്ന് പറഞ്ഞ നമ്മൾ നോക്കുന്നത്.
ഇതാണ് ആ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇക്വേഷൻ നമ്പർ 5ഉം 6ഉം നിങ്ങൾക്ക് ബൈ ഹാർട്ടായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇക്വേഷൻ നമ്പർ 5ന്റെ സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇക്വേഷൻ നമ്പർ 6. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഓൺ കമ്പയറിംഗ് ഇക്വേഷൻ 5 and 6, ഓൺ കമ്പയറിംഗ് ഇക്വേഷൻ 5 and 6 നോക്കിക്കേ. ഈ p + 1 കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിടക്കുന്നത് എന്താ? 2 × l + 1 അല്ലേ? അപ്പൊ നമുക്ക് അതൊന്ന് ഇക്വേറ്റ് ചെയ്യാം. p + 1 = 2l ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് +2. അതിൽ നിന്ന് p യുടെ വാല്യൂ എന്താ കിട്ടാൻ നോക്കിയേ? p = 2l + 2 - 1 എന്താ കിട്ടുന്നത്? 2l + 1. ഇനി ഇത് നോക്കിക്കേ, q - p അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താ കിടക്കുന്നത്? δ - l + 1. അപ്പൊ അത് എഴുതാം. δ - l + 1 = q - p. അതായത് നമ്മുടെ ഇക്വേഷനിൽ പിയും ക്യൂവും എന്താന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ഇക്വേഷൻ നമ്പർ 6ന്റെ സൊല്യൂഷൻ കിട്ടിയ നമ്മുടെ 5ന്റെ സൊല്യൂഷനും കിട്ടും അല്ലെ? നമ്മൾ ഇത് പഠിച്ചപ്പോൾ ഓർക്കുന്നത് ഞാൻ വിചാരിക്കുകയാണ്. പാർട്ടിക്കിൾ ഓൺ എ സ്പിയർ നിങ്ങൾ പഠിച്ചല്ലോ. പാർട്ടിക്കിൾ ഓൺ എ സ്പിയറിൽ നമ്മൾ എന്താ ചെയ്തത്? നമുക്കൊരു ഇക്വേഷൻ കിട്ടിയപ്പോൾ നമ്മൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തു. ആ സ്റ്റാൻഡേർഡ് ഇക്വേഷന്റെ സൊല്യൂഷൻ കിട്ടിയ എന്ത് കിട്ടി? നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ കിട്ടി. അവിടെ നമ്മൾ പാർട്ടിക്കിൾ ഓൺ എ സ്പിയറിൽ സ്റ്റാൻഡേർഡ് ഇക്വേഷന്റെ സൊല്യൂഷനെ പറഞ്ഞ പേരാണ് എന്ത്? ലെജൻഡർ ഇക്വേഷൻ, ലെജൻഡർ പോളിനോമിയൽ ഒക്കെ നമ്മൾ അവിടെ പഠിച്ചു. അതേപോലെ തന്നെ ഇവിടെ 5 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ. ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്തു? 6 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ 6 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ കിട്ടിയ ഏതിന്റെ സൊല്യൂഷനും കിട്ടും? നമ്മുടെ 5 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷനും കിട്ടും. അപ്പൊ നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ് 6 എന്ന് പറയുന്ന ഇക്വേഷന്റെ സൊല്യൂഷൻ. അതാണ് ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നത്. ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 6 ഈസ് നോൺ ആസ് associated Laguerre polynomial. Associated Laguerre polynomial. The solution of equation number 6 is known as associated Laguerre polynomial. അപ്പൊ എന്താണ് അസോസിയേറ്റഡ് ലാഗുറെ പോളിനോമിയൽ നമുക്കറിയണം. അസോസിയേറ്റഡ് ലാഗുറെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. LQ⁻p rho = dp/d⁻p ആണ് കേട്ടോ. d⁻p d⁻p LQ rho. ഇതിനെയാണ് അസോസിയേറ്റഡ് ലാഗുറെ പോളിനോമിയൽ എന്ന് പറയുന്നത്. എന്താണ്? LQ⁻p rho = d⁻p d⁻p LQ rho. ഇതിനെയാണ് അസോസിയേറ്റഡ് ലാഗുറെ പോളി. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്പർ 6ന്റെ സൊല്യൂഷൻ ആണ് ഇത്. ഇത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 5ന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സൊല്യൂഷനെ പറയുന്ന പേരാണ് എന്ത്? അസോസിയേറ്റഡ് ലാഗുറെ പോളിനോമിയൽ. പക്ഷെ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇവിടെ നമുക്ക് അറിയാത്തൊരു ടേം ഉണ്ട്. ഏതാ അറിയാത്ത ടേം എന്ന് പറയുന്നത്? LQP എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യില്ല? അറിയില്ല അല്ലെ? അതെ, ഈ ഒരു ടേം എന്ന് പറയുന്നത് നമുക്കറിയാത്ത ടേം ആണ്. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ലാഗുറെ പോളിനോമിയൽ. ലാഗുറെ പോളിനോമിയൽ. LQ rho is known as ലാഗുറെ പോളിനോമിയൽ. അപ്പൊ എന്താണ് ലാഗുറെ പോളിനോമിയൽ നമുക്കറിയണം. ലാഗുറെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ LQ rho = e⁻ρ d⁻q/d⁻q e⁻ρ ρ⁻q. ഇതിനെയാണ് ലാഗുറെ പോളിനോമിയൽ എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമുക്ക് കിട്ടി, അതിനെ നമ്മൾ സോൾവ് ചെയ്തു. ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ 2 കേസസ് അപ്ലൈ ചെയ്തപ്പോഴാണ് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കിട്ടിയത്. അതാണ് e⁻ρ/2ഉം ρ⁻l. കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊരു പോളിനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 4ൽ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത്. അതിനെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ അതിൽ എന്താണ് പി എന്നും ക്യൂ എന്നൊക്കെ നമുക്ക് കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 6ന്റെ സൊല്യൂഷൻ കിട്ടിയ നമ്മുടെ 5ന്റെ സൊല്യൂഷനും കിട്ടിയ പോലെ. അപ്പൊ എന്താണ് ഇക്വേഷൻ നമ്പർ 6ന്റെ സൊല്യൂഷൻ എന്ന് അറിയണം. ഇക്വേഷൻ നമ്പർ 6ന്റെ സൊല്യൂഷനെ പറയുന്ന പേരാണ് അസോസിയേറ്റഡ് ലാഗുറെ പോളിനോമിയൽ. അപ്പൊ നമ്മൾ അസോസിയേറ്റഡ് ലാഗുറെ പോളിനോമിയൽ എന്താന്ന് എഴുതി. അപ്പൊ അതിലൊരു ടേം വരുന്നുണ്ട് എൽക്യൂറോ. എൽക്യൂറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാഗുറെ പോളിനോമിയൽ ആണ്. അപ്പൊ അതെന്താന്ന് നമ്മൾ എഴുതി. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഈ ലാഗുറെ പോളിനോമിയൽ നമുക്ക് കിട്ടുന്നത് ഈ ഫോർമുലേനെ പറയുന്ന പേരാണ് റോഡ്രിഗസ് ഫോർമുല. റോഡ്രിഗസ് ഫോർമുല നമ്മൾ 1 വെയിറ്റേജിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് റോഡ്രിഗസ് ഫോർമുല എന്ന് പറഞ്ഞത്? ദ ലാഗുറെ പോളിനോമിയൽ ഈസ് ഗിവൺ ബൈ റോഡ്രിഗസ് ഫോർമുല. ഈ ഫോർമുലേനെ പറയുന്നതാണ് റോഡ്രിഗസ് ഫോർമുല. The Laguerre polynomial is given by Rodriguez formula. ക്ലിയർ ആയല്ലോ? അപ്പൊ കംപ്ലീറ്റ് സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദ സൊല്യൂഷൻ ഫോർ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ ഫോർ ഇക്വേഷൻ ഈസ് എന്താണ്? നമ്മൾ എന്ത് ചെയ്യണം? നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കൊണ്ട് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യണം. നോർമലൈസേഷൻ കോൺസ്റ്റന്റ് ഇൻറ്റു e⁻ρ/2 ρ⁻l LQP. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. LQP എന്താന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആണോ? Yes, miss. Yes, miss.